നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നലെ വാഷിംഗ്ടൺ DC-യിൽ നടന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ബ്രസീലിയൻ കോച്ച് കാർലോ അഞ്ചലോട്ടിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം, നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ടും ആഞ്ചലോട്ടിക്ക് ഒരല്പം നീരസം വന്നു. കാരണം ഡിസംബർ ആയിട്ടുള്ളൂ, വേൾഡ് കപ്പ് വരുന്ന അടുത്ത ജൂണിലാണ്. നെയ്മർ പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹം അതിൽ നിന്ന് മുക്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പരിക്ക് വെച്ച് ഇപ്പോൾ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സർജറിയിലേക്കൊക്കെ പോയി പൂർണ്ണ ഫിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോഴേ നെയ്മർ വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് മറ്റെന്തൊക്കെ ചോദിക്കാനുണ്ടോ വേൾഡ് കപ്പിൻ്റെ ഡ്രോ കഴിഞ്ഞ സമയത്ത്. സോ ആഞ്ചലോട്ടി ഒരല്പം നീരസത്തിലാണ് മറുപടി പറഞ്ഞത് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെയാണ്. അത് എടുത്തു പറഞ്ഞത്, എനിക്കറിയാം നിങ്ങളുടെ താല്പര്യം, നെയ്മറെ തന്നെ നിങ്ങൾ ചോദിക്കാനുള്ള താല്പര്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നെയ്മർ വേൾഡ് കപ്പ് കളിക്കാൻ ഡിസേർവ്ഡ് ആണ്. അദ്ദേഹം മികച്ച രൂപത്തിൽ ശാരീരികമായിട്ട് ഫിറ്റ് ആവുകയാണെങ്കിൽ, മറ്റുള്ളവരെക്കാൾ മികച്ച രൂപത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ വേൾഡ് കപ്പിനുണ്ടാവും എന്ന് തന്നെ ആഞ്ചലോട്ടി അങ്ങ് പറയുന്നുണ്ടേ. ആഞ്ചലോട്ടിയുടെ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, നമുക്കിപ്പോൾ ബ്രസീലിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അത് നെയ്മർ ഉണ്ടെങ്കിലും നെയ്മർ ഇല്ലെങ്കിലും ബ്രസീൽ എങ്ങനെ മുന്നോട്ട് പോകും അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഒരു പക്ഷേ മറ്റൊരു പ്ലെയർ ആവും, അല്ലെങ്കിൽ മറ്റൊരു പ്ലെയർ ഇല്ല, നെയ്മർ തന്നെ ആയിരിക്കും കളിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാനിപ്പോൾ ഡെഫിനിറ്റീവായിട്ടുള്ളൊരു ലിസ്റ്റൊന്നും, അതായത് വേൾഡ് കപ്പിന് കൊണ്ടുപോകാനുള്ള ഡെഫിനിറ്റീവായിട്ടുള്ള ലിസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് മാർച്ചിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ഉണ്ടാക്കുക. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്കിപ്പം നെയ്മറുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്. നമ്മളിപ്പോൾ ഡിസംബറിലായിട്ടുള്ളൂ, വേൾഡ് കപ്പ് അങ്ങ് ജൂണിലാണ്. അപ്പോൾ വേൾഡ് കപ്പിനുള്ള ടീമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഡിസംബറിലല്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും മെയിലല്ല, അതിനു മുമ്പ് തന്നെ ഞാൻ ടീം ഏതാണ് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടാകും. നെയ്മർ ഡിസേർവ്ഡ് ആണ്, വേൾഡ് കപ്പിന് പോകാൻ ഡിസേർവ്ഡ് ആണ്. പക്ഷേ ഇപ്പോൾ നെയ്മർ ഓക്കെ ആണെങ്കിൽ, അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലെങ്കിൽ, മറ്റു താരങ്ങളെക്കാൾ അദ്ദേഹം മികവിലാണെങ്കിൽ തീർച്ചയായിട്ടും നെയ്മർ വേൾഡ് കപ്പ് കളിക്കും. അത് ആ സമയത്തിനനുസരിച്ചിരിക്കും എന്നാണ് ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ലോജിക്കലായിട്ടുള്ള മറുപടി. അല്ലാതെ ആരാധകരെ സംതൃപ്തിപ്പെടുത്താനോ മറ്റോ ഒക്കെ ആയിട്ട് സെൻറ്റിമെൻ്റലായിട്ട് നെയ്മർ ഉണ്ടാകും, നെയ്മർ ഇല്ലാതെ എങ്ങനെ വേൾഡ് കപ്പ്, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഇതല്ലേ കറക്റ്റായിട്ടുള്ള മറുപടി. അദ്ദേഹം പറയുന്നത് വേൾഡ് കപ്പ് ഇനി വരുന്നത് ജൂൺ മാസത്തിലാണ്, 5-6 മാസം ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഇനി അതിനു മുമ്പ് മാർച്ചിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിയുമുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് വേൾഡ് കപ്പിനുള്ള ഒരു ടീം ഏതായിരിക്കുന്നത് താൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയ്മർ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടാകും. അതാണ് ആഞ്ചലോട്ടിയുടെ മറുപടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.